നമസ്കാരം. ഇന്ന് 2025 ഏപ്രിൽ 4 വെള്ളിയാഴ്ച. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇനി ഓസ്ട്രേലിയയിലേക്ക് നഴ്സസിനെത്താൻ ഒരു ഈസി വേ. അതെ, ഫൈനലി ആഫ്റ്റർ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 2017 ശേഷം UK, അയർലൻഡ്, കാനഡ, USA, സ്പെയിൻ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ 1800 hours പ്ലസ് വർക്ക് ചെയ്ത് ജനറൽ ആൻഡ് BSc നഴ്സുമാർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. സോ ഇനി വെയിറ്റ് ചെയ്യേണ്ട, കോൺടാക്ട് ചെയ്യ. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുകൾക്കെതിരെ നടപടി കടുപ്പിക്കാൻ UK ഒരുങ്ങുന്നു. അമേരിക്കയ്ക്കെതിരായി തിരിച്ചും 8,000 ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്താനാണ് UKയുടെ ശ്രമം. ഭാവിയിൽ പ്രതികാര തീരുവ ചുമത്താൻ കഴിയുന്ന US ചരക്കുകളുടെ 400 പേജുകൾ പട്ടിക ബ്രിട്ടൻ പ്രസിദ്ധീകരിച്ചു. ബോർബൺ, വിസ്കി, ചീസ്, ഡീസൽ, ഇലക്ട്രിക് കാറുകൾ എന്നിവ ഉൾപ്പെടുന്ന ലിസ്റ്റാണ് പുറത്തുവിട്ടിട്ടുള്ളത്. US താരിഫുകൾ വ്യക്തമായും സാമ്പത്തിക സ്വാധീനം ചെലുത്തുമെന്ന് പ്രധാനമന്ത്രി KR സ്റ്റാർമർ. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് UKയിലും ആഗോളതലത്തിലും സാമ്പത്തിക പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി KR സ്റ്റാർമർ ഡൗണിംഗ് സ്ട്രീറ്റിലെ ബിസിനസ് നേതാക്കളോട് വ്യക്തമാക്കി. UKയിലെ എല്ലാ ഇറക്കുമതികൾക്കും 10%, യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 20% ഉൾപ്പെടെ നികുതി ചുമത്തിയ നീക്കം വൻ സാമ്പത്തിക ആഘാതത്തിലേക്കാണ് നയിക്കുക. യുഎസുമായി ഒരു കരാർ നേടാൻ തന്റെ സർക്കാർ ഇപ്പോഴും ശ്രമിക്കുന്നതായും സ്റ്റാർമർ കൂട്ടിച്ചേർത്തു. നോർത്ത് സീയിലെ അപകടത്തിൽ കപ്പലുടമ നിയമ നടപടി സ്വീകരിച്ചു. കടലിൽ ടാഗർ കപ്പൽ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ കണ്ടെയ്നർ കപ്പലിന്റെ ഉടമകൾക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കാനാണ് തീരുമാനമെന്ന് കപ്പലുടമ അറിയിച്ചു. മാർച്ച് 10-ന് ഈസ്റ്റ് ഓക്സ്ഷെയറിൽ നിന്ന് 16 മൈൽ അകലെ നങ്കൂരമിട്ട US രജിസ്റ്റർ ചെയ്ത സ്റ്റെന ഇമാക്കുലേറ്റ് എന്ന ടാങ്കർ പോർച്ചുഗീസ് പതാകയുള്ള സൊലോങ്ങയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമുണ്ടാവുകയും ഇന്ധന ചോർച്ച സംഭവിക്കുകയും ചെയ്തിരുന്നു. വില്യം രാജകുമാരന്റെ ഹെഡ് ഷോട്ട് സമ്മാന വിതരണത്തിന് ബ്രസീൽ ആതിഥേയത്വം വഹിക്കും. വെയിൽസ് രാജകുമാരന്റെ ഹെഡ് ഷോട്ട് പ്രൈസ് ഈ വർഷം അവസാനം ബ്രസീലിൽ നടക്കുമെന്ന് കെനിങ്സ്റ്റൺ കൊട്ടാരം അറിയിച്ചു. പ്രധാന അവാർഡ് ദാന ചടങ്ങും നോമിനികൾ, നിക്ഷേപകർ, പരിസ്ഥിതി നേതാക്കൾ എന്നിവർക്കായുള്ള നിരവധി ദിവസത്തെ പരിപാടികളും നവംബറിൽ റിയോ ഡി ജനീറോയിൽ നടക്കും. രാജകുമാരൻ സ്ഥാപിച്ച ആഗോള പരിസ്ഥിതി അവാർഡ് ലോകത്തിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ വെല്ലുവിളികൾക്ക് മികച്ച പരിഹാരം വാഗ്ദാനം ചെയ്യുന്ന 5 വിജയികൾക്ക് £1 മില്യൺ നൽകുന്നു. ലൂട്ടൺ എയർപോർട്ടിന്റെ പുതിയ ടെർമിനൽ ഉൾപ്പെടെയുള്ള വിപുലീകരണ പദ്ധതികൾക്ക് സർക്കാർ അംഗീകാരം നൽകി. പദ്ധതി വഴി 10,000-ഓളം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും £1.5 ബില്യൺ വാർഷിക സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുമെന്നാണ് ട്രാൻസ്പോർട്ട് സെക്രട്ടറി ഹൈഡി അലക്സാണ്ടർ പറയുന്നത്. 2043-ഓടെ യാത്രക്കാരുടെ എണ്ണം ഏകദേശം 32 ദശലക്ഷമാകുമെന്നാണ് ലൂട്ടൺ എയർപോർട്ട് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഈ തീരുമാനത്തെ പരിസ്ഥിതി സംഘടനകളും പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും വിമർശിച്ചു. ചെൽട്ടൺ ഹിൽസിൽ ശബ്ദ മലിനീകരണം വർദ്ധിക്കുകയും വിൻമോർ പാർക്കിൽ പരിസ്ഥിതി നാശം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ ആശങ്ക. തൊഴിലുടമകളുടെ നാഷണൽ ഇൻഷുറൻസ് വർധന കാരണം വില വർദ്ധിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ സൗന്ദര്യവർദ്ധക കമ്പനിയായ ലൂഷും കാർ റിപ്പയർ ശൃംഖലയായ ക്വിക്ക് ഫിറ്റും ഉൾപ്പെടുന്നു. ഞായറാഴ്ച മുതൽ നിലവിലുള്ള £9,100 മുകളിലുള്ള ശമ്പളത്തിന് 13.8% എന്നതിന് പകരം £5,000 മുകളിലുള്ള ശമ്പളത്തിന് 15% എന്ന നിരക്കിൽ തൊഴിലുടമകൾ NAക്ക് നൽകേണ്ടി വരും. UKയിലും അയർലൻഡിലുമായി 3,600 ജീവനക്കാരുള്ളതിനാൽ പ്രതിവർഷം £2.7 ബില്യൺ അധികമായി കണ്ടെത്തേണ്ടത് വരുമെന്ന് ലൂഷ് പറയുന്നു. ഏകദേശം 7,000 പേർ ജോലി ചെയ്യുന്ന ക്വിക്ക് ഫിറ്റിൽ NICകളുടെ വർധന മൂലം 6.4 മില്യൺ ചെലവാണ് കണക്കാക്കുന്നത്. ഇത് വിലയിലും റിക്രൂട്ട്മെന്റിലും പ്രതികൂലമായി ബാധിക്കുമെന്നാണ് കമ്പനികൾ പറയുന്നത്. അതേസമയം ഇതുവഴി സമാഹരിക്കുന്ന പണം NHS ഉൾപ്പെടെയുള്ള പൊതുസേവനങ്ങൾക്കായി ചെലവഴിക്കുമെന്ന് ട്രഷറി അറിയിച്ചു. പ്രസ്കോട്ടിലെ കിങ്സ്വേയിലെ വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ 13 വയസ്സുള്ള പെൺകുട്ടി കൊല്ലപ്പെട്ടു. അപകടത്തിൽ നിന്നും 7 പേർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ബുധനാഴ്ച വൈകിട്ടാണ് തീപിടുത്തമുണ്ടായത്. ഒരു പുരുഷനും ഒരു സ്ത്രീയും 5 കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് പോലീസും ഫയർഫോഴ്സും സംയുക്തമായി അന്വേഷണം നടത്തിവരികയാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്നലെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ടോട്ടൻഹാമിനെ ചെൽസി പരാജയപ്പെടുത്തി. 50-ാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസ് ആണ് ചെൽസിക്ക് വേണ്ടി വിജയം സമ്മാനിച്ചത്. വിജയത്തോടെ 52 പോയിന്റുകളോടെ ചെൽസി പോയിന്റ് ടേബിളിൽ ആദ്യ 4-ൽ ഇടം പിടിച്ചു. ലീഗിലെ 30-ാം റൗണ്ട് മത്സരങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ 73 പോയിന്റുകളോടെ ലിവർപൂൾ 1-ാം സ്ഥാനത്തും 12 പോയിന്റ് വ്യത്യാസത്തിൽ 61 പോയിന്റുകളോടെ ആഴ്സണൽ 2-ാം സ്ഥാനത്തും 57 പോയിന്റുകളുള്ള നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് 3-ാം സ്ഥാനത്തുമാണ്.
വഖഫ് നിയമ ഭേദഗതി ബിൽ രാജ്യസഭയിലും പാസായി. വോട്ടെടുപ്പിൽ 128 പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 95 പേർ എതിർത്തു. കഴിഞ്ഞ ദിവസം ബിൽ ലോക്സഭ പാസാക്കിയിരുന്നു. ഇതോടെ ബിൽ പാർലമെന്റ് കടന്നു. ഇത് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കും. രാഷ്ട്രപതി ബില്ലിൽ ഒപ്പിട്ടാൽ നിയമമാകും. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തുന്ന ആശാ വർക്കർമാരുമായി സർക്കാർ ഇന്നും ചർച്ച നടത്തും. ഇന്നലെ നടന്ന മന്ത്രിതല ചർച്ചകളുടെ തുടർച്ചയായി ഇന്നും ചർച്ച നടക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചെങ്കിലും ആശാപ്രവർത്തകർ ചർച്ചയ്ക്ക് എത്തുമെന്നതിൽ വ്യക്തതയില്ല. മലപ്പുറം മഞ്ചേരിയിൽ SDPI പ്രവർത്തകരുടെ വീടുകളിൽ NIA റെയ്ഡ്. 5 വീടുകളിലാണ് NIA റെയ്ഡ് നടത്തിയത്. പുലർച്ചെ 3 മണിയോടെയായിരുന്നു റെയ്ഡ്. 4 പേരെ NIA കസ്റ്റഡിയിലെടുത്തു. ചെങ്ങര, മംഗലശ്ശേരി, കിഴക്കേത്തല, ആനക്കോട്ടുപുറം എന്നിവിടങ്ങളിലായിരുന്നു NIA റെയ്ഡ്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ MM മണിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. വെന്റിലേറ്ററിൽ നിന്നും ICUവിലേക്ക് മാറ്റി. മധുരയിൽ നടക്കുന്ന 24ാം പാർട്ടി കോൺഗ്രസിനിടെ വ്യാഴാഴ്ച രാത്രിയോടെയാണ് MM മണിക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. ഹൃദയസംബന്ധമായ ബുദ്ധിമുട്ടുണ്ടെന്നും ആരോഗ്യനില തൃപ്തികരമാണെന്നും വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഡോക്ടർമാർ അറിയിച്ചു. IPLൽ ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വിജയം. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 80 റൺസിനാണ് കൊൽക്കത്ത തോൽപ്പിച്ചത്. റൺസ് അടിസ്ഥാനത്തിൽ സൺറൈസേഴ്സ് അവരുടെ ചരിത്രത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ തോൽവിയാണിത്. ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 200 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ സൺറൈസേഴ്സ് 14.4 ഓവറിൽ 120 റൺസിന് എല്ലാവരും പുറത്തായി. IPLൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.